അങ്ങനെ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. വലിയ സമാധാനമുണ്ട്. കാരണം ഒരു വർഷത്തോളമായി നിങ്ങളെടുത്ത മുഴുവൻ തലവേദനകളെയും മുഴുവൻ ടെൻഷനുകളെയും പരീക്ഷാ ഹാളിൽ ഇറക്കി വെച്ചാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. എനിക്കറിയാം പലവിധ സമ്മിശ്ര വികാരങ്ങളിലാണ് നിങ്ങൾ ഉണ്ടാവുക. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. സൈലം നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. നമ്മളുടെ ടെക്നിക്കൽ ടീം എല്ലാം, സബ്ജക്ട് എക്സ്പേർട്ടുകളെല്ലാം നീറ്റിന്റെ ഡിസ്കഷന് വേണ്ടി റെഡിയായി ഇരിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതത് എക്സ്പേർട്ടുകളായി തിരിഞ്ഞുകൊണ്ട് ബയോളജിയുടെ ടീമിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അവരെല്ലാവരും നീറ്റിന്റെ ഡിസ്കഷന് വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇതേപോലെ എല്ലായിടത്തും നമ്മൾ തൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഫിസിക്സിന്റെ ഒരു വലിയ എക്സ്പേർട്ട് പാനൽ, ക്വസ്റ്റ്യൻ ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ ഭാഗത്തെയും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആരാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ബയോളജിയും ഫിസിക്സും കടന്ന് നമ്മൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. കെമിസ്ട്രിയുടെ പാനൽ ഇതിനകത്ത് തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ അർത്ഥത്തിലും 2024 നീറ്റ് എക്സാമിനേഷൻ ഏറ്റവും ആധികാരികമായി നിങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി സൈലം തയ്യാറായിട്ടുണ്ട്. അല്പനേരം കൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കും. വളരെ വേഗം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു പോകും. നിങ്ങൾ എഴുതിയതെല്ലാം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓടിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള വളരെ ക്രിസ്പായ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് ഈ വർഷം നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ഡീറ്റെയിൽഡായ സൊല്യൂഷൻസ്, ആൻസർ കീയും സൊല്യൂഷൻസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്കത് കിട്ടാവുന്ന രൂപത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ സൈലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളുമായി നമ്മൾ ഈ വർഷത്തെ പരീക്ഷയുടെ അനാലിസിസ് കെങ്കേമമായി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ എത്ര ഗംഭീരമായി ഈ പരീക്ഷ എഴുതി എന്നൊക്കെ പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യങ്ങളെല്ലാം വന്നിരുന്നോ? നിങ്ങളെ പഠിപ്പിച്ച ചോദ്യങ്ങളെല്ലാം വന്നിരുന്നോ? നിങ്ങൾ പ്രതീക്ഷിച്ച പ്രപ്പോർഷൻ പരീക്ഷ കീപ്പ് ചെയ്തിരുന്നോ എന്നൊക്കെ പറയേണ്ടത് നിങ്ങളാണ്. അത്തരം സീരിയസ് ആയ നിങ്ങളുടെ വിലയിരുത്തലുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എപ്പോഴും പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് അത് കേൾക്കുന്നത് ഏതൊരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, അവരെ പഠിപ്പിച്ച പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ? നിങ്ങൾ വിചാരിച്ച രീതിയിൽ എഴുതി തീർക്കാൻ കഴിഞ്ഞോ? നെഗറ്റീവ് മാർക്കുകളൊന്നും വരാതെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞോ? സിലബസ് കട്ട് ഷോട്ട് ചെയ്ത് പോയത് ഗുണകരമായോ? ഏതെങ്കിലും രീതിയിൽ പ്രപ്പോർഷനിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെ പറ്റിച്ചോ? തുടങ്ങിയ ഏറ്റവും ആഴത്തിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ വിലയിരുത്തലുകൾ നമുക്ക് കേൾക്കണമെന്നുണ്ട്. രാത്രിയോടുകൂടെ 2024 നീറ്റിൻ്റെ കംപ്ലീറ്റ് അനാലിസിസിലേക്ക്, അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചൊക്കെയുള്ള പ്രിഡിക്ഷനിലേക്കൊക്കെ നമ്മൾ വരും. ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ ഉടൻ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പോൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് രേഖപ്പെടുത്തണം. അത് ഞങ്ങൾക്ക് വായിക്കണം. ഞങ്ങളത് കേൾക്കാനും ഞങ്ങളത് കാണാനും വേണ്ടി കാത്തിരിക്കുകയാണ്.